വിഴിഞ്ഞം കേരളത്തിൻ്റെ വലിയൊരു സ്വപ്ന പദ്ധതിയാണെന്നാണ് പറയുന്നത്. ശരിയും തന്നെയാണ്. കാരണം കേരളത്തിലെ വലിയ വലിയ കപ്പലുകൾ ഇന്ന് വാർത്തയും വന്നിട്ടുണ്ട്. ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയൊരു കപ്പലും നങ്കൂരമിടും എന്നൊക്കെയാണ് കേൾക്കുന്നത്. നമ്മുടെ വികസനത്തിന്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ വികസനത്തിന് വളരെ ഗുണം ചെയ്യുന്ന ഒരു പദ്ധതി തന്നെയാണ്. പക്ഷേ ആ പദ്ധതി വരുന്നതോടൊപ്പം തന്നെ ചില മോശപ്പെട്ട പ്രവണതകളും, അതായത് മയക്കുമരുന്നിൻ്റെയും അധോലോകത്തിൻ്റെയും തുടങ്ങിയ എല്ലാത്തരം തിന്മയുടെ സംവിധാനങ്ങളും കൂടി ശക്തമാകാൻ സാധ്യതയുണ്ട്. നമ്മൾ കേട്ടതാണ്. പക്ഷേ ഇപ്പോഴിതാ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടനം നടന്നപ്പോൾ തന്നെ കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വലിയ തട്ടിപ്പ് നടന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. വിഴിഞ്ഞത്തിൻ്റെ ഉദ്ഘാടനം വളരെ കെങ്കേമമായിട്ട് നമ്മുടെ പിണറായി വിജയൻ സർക്കാർ നടത്തി. അതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില കാര്യങ്ങളിൽ കേരള പോലീസ് വൻ തട്ടിപ്പ് നടത്തി. തട്ടിപ്പ് നടത്തി വഞ്ചിച്ചത് മത്സ്യത്തൊഴിലാളികളെയാണെന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖത്ത് കപ്പൽ അടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളി ബോട്ടുകളെ വിളിച്ചു വരുത്തിയ ശേഷം അർഹമായ പണം നൽകാതെ അവരെ കബളിപ്പിച്ചതിൽ വിജിലൻസ് അന്വേഷണം തുടങ്ങിയെന്നാണ്. അതായത് തുറമുഖത്തെ കപ്പലടുപ്പിക്കുന്നതിൻ്റെ പേരിലാണ് ഉദ്യോഗസ്ഥർ പണം തട്ടിയതായാണ് പരാതി. സംഭവത്തിൽ ആരോപണ വിധേയരായ മറൈൻ ഡിവൈഎസ്പിയും കോസ്റ്റൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെക്കെതിരെ ആണ് ഈ വിജിലൻസ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ കപ്പലെടുക്കുന്നതിൻ്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികളിൽ നിന്നും സുരക്ഷയ്ക്കായി 20ഓളം വള്ളങ്ങൾ വാടകയ്ക്കെടുത്ത ശേഷം മത്സ്യത്തൊഴിലാളികളെ കബളിപ്പിച്ച് വാടക തുക തട്ടിയെടുത്തതായാണ് പരാതി. അതായത് ഈ പരാതി പറഞ്ഞിരിക്കുന്നത് ജില്ലർ പത്രോസ് എന്ന മത്സ്യത്തൊഴിലാളിയാണ് ഈ പരാതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ പരാതി വിജിലൻസ് കൃത്യമായി എടുക്കുകയും വിജിലൻസിൽ പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ്. മന്ത്രിക്കും ഈ നമ്മളെ ഫിഷറീസ് മന്ത്രിക്കും ഈ ജില്ലർ പരാതി നൽകിയിരുന്നു. എന്തായാലും ഈ പരാതിയിൽ വിശദമായി തന്നെ ജില്ലർ വിഷയം സൂചിപ്പിക്കുന്നുണ്ട്. ഈ പരാതിക്കാരനായ ജില്ലർ വിഷയം സൂചിപ്പിക്കുന്നുണ്ട്. 2023 സെപ്റ്റംബർ മാസത്തിൽ അദാനി പോർട്ടിൽ കപ്പലിൽ ക്രെയിൻ കൊണ്ടുവരുന്ന സമയത്താണ് പോലീസുകാർക്ക് ഹാർബറിൽ കാവൽ കിടക്കാനായാണ് വിഴിഞ്ഞം കോസ്റ്റൽ പോലീസും മറൈൻ ഡിവൈഎസ്പിയും ചേർന്ന് വള്ളക്കാരെ വിളിച്ചത്. അതായത് വലിയൊരു ക്രെയിൻ ഇവിടെ വന്നപ്പോൾ ആ ക്രെയിനിന് യാതൊരു തടസ്സവുമില്ലാതെ ക്രെയിനിന് വിഴിഞ്ഞത്തേക്ക് എത്തണം. അതിനു വേണ്ടിയിട്ട് പോലീസുകാർക്ക് ചുറ്റിനും കാവൽ നിൽക്കണം. പക്ഷേ അവിടെ കടലാണ്, കടലിൽ എങ്ങനെ കാവൽ? അപ്പോൾ അതുകൊണ്ട് വള്ളങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പോലീസുകാർക്ക് അവിടെ കാവൽ നിൽക്കാൻ പറ്റൂ, സെക്യൂരിറ്റി ആയിട്ട് നിൽക്കാൻ പറ്റൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് മത്സ്യത്തൊഴിലാളികളിൽ നിന്നും കുറേ വള്ളങ്ങൾ വാടകയ്ക്കെടുത്തു. അത് 20 വള്ളങ്ങളാണ് വാടകയ്ക്കെടുത്തത്. ഓരോ ദിവസവും വാടകയായി തന്നത് ആദ്യ ദിവസവും 5000 രൂപയും പിന്നീട് രണ്ടാമത്തെ ദിവസം 8000 രൂപയും വെച്ചായിരുന്നു. എന്നാൽ പെരുമാതറയിൽ നിന്നും വള്ളക്കാരെ വിളിച്ചിരുന്നു. അവർക്ക് ദിവസം വാടകയായി 10000 രൂപ വെച്ച് നൽകാനാണ് തീരുമാനിച്ചത്. ആദ്യ 5 ദിവസം 10000 രൂപ വെച്ച് നൽകി. എന്നാൽ 5 ദിവസം കഴിഞ്ഞ് അവരെ പറഞ്ഞുവിട്ട ശേഷം വിഴിഞ്ഞത്തെ വള്ളക്കാരെയാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ ഉപയോഗിച്ചത്. 2021 ഒക്ടോബർ 11 മുതൽ 15 വരെയാണ് വള്ളങ്ങൾ വാടകയ്ക്കെടുത്തത്. വിഴിഞ്ഞത്ത് നിന്നും 10ഉം മുതലപ്പുഴയിൽ നിന്നും 10ഉം വള്ളങ്ങൾ കൂടി ഏകദേശം 16,80,000 രൂപ വാടകയായി അദാനി തുറമുഖ കമ്പനിയിൽ നിന്നും കോസ്റ്റൽ പോലീസ് ഉദ്യോഗസ്ഥർ ചട്ടം ലംഘിച്ച് പണമായി തന്നെ കൈപ്പറ്റിയെന്ന് രേഖകൾ ലഭിച്ചതായി റിപ്പോർട്ടിലുണ്ട്. അത്തരത്തിലുള്ള പരാതിയും കൊടുത്തിട്ടുണ്ട്. മുതലപ്പുഴയിലെ വള്ളക്കാർക്ക് ദിവസവും 10,000 രൂപ നിരക്കിൽ 5 ദിവസത്തേക്ക് 50,000 രൂപ വിതരണം ചെയ്തതായും വിഴിഞ്ഞത്തുനിന്ന് വാടകയ്ക്കെടുത്ത 10 വള്ളക്കാർക്ക് പലർക്കും ഒരു ദിവസം 6,500 മുതൽ 8,000 രൂപ വരെ മാത്രമാണ് നൽകിയതെന്നും തുക രേഖപ്പെടുത്താതെ വൗച്ചറുകളിൽ വിരലടയാളവും ഒപ്പും രേഖപ്പെടുത്തി കുറഞ്ഞ തുക വിതരണം ചെയ്തതായും ഇത് സംബന്ധിച്ച് തുടരന്വേഷണം വേണമെന്നും വിജിലൻസ് ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. കൂടാതെ ആരോപണ വിധേയനായ ഒരു ഉദ്യോഗസ്ഥൻ വണ്ടിത്തടത്തെ കടയിൽ നിന്ന് പണം മോഷ്ടിച്ചത് സംബന്ധിച്ച് തിരുവല്ലം പോലീസിൽ പരാതി ഉള്ളതായും ഇയാളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരോട് വളരെ മോശമായാണ് പെരുമാറുന്നതെന്നും ഇയാളെ ഭയന്ന് പലരും പുറത്തു പറയാൻ മടിക്കുന്നതായും ഫിഷറീസ് ഡയറക്ടർക്ക് നൽകിയ റിപ്പോർട്ടിലും ഈ വിജിലൻസ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ വള്ളങ്ങൾ മത്സ്യത്തൊഴിലാളികളിൽ നിന്നും എടുത്ത വകയിൽ വൻ തുക തട്ടിയെടുത്തു. പോലീസ്, അവിടുത്തെ ഡിവൈഎസ്പിയും കോസ്റ്റൽ പോലീസും ചേർന്ന് തട്ടിയെടുത്തു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിജിലൻസ് അന്വേഷണം നടത്തിയിരിക്കുന്നു. പ്രാഥമിക റിപ്പോർട്ട് ശരിയാണെന്ന്, പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് പ്രാഥമിക റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. കൂടുതൽ അന്വേഷണം വേണമെന്നും ഇപ്പോൾ റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട്. അങ്ങനെ വിഴിഞ്ഞത്തെ പദ്ധതി പ്രകാരം തുടക്കം മുതൽ തന്നെ വെട്ടിപ്പും തുടങ്ങിയിരിക്കുന്നു.